വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് കളിക്കുന്ന മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസ് ആണ്. ഇന്ന് എപ്പിസോഡ് 2 ആണ്. നമ്മൾ നെതറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മൾ ഫോർട്രസ് കണ്ടുപിടിച്ച് പിന്നെ അവിടെ ബ്ലേസ് റോഡ് സ്പോണറും കണ്ടുപിടിച്ച് നമ്മളവിടെ കുറച്ച് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ഫുഡിൻ്റെ കാര്യമൊക്കെ സെറ്റായി. ഇനി നമുക്കൊരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഫസ്റ്റ് കുറച്ച് ബെഡ് ഒപ്പിക്കണം. അതിന് വേണ്ടി വില്ലേജിൽ നിന്ന് എടുക്കണം. നമ്മൾ കഴിഞ്ഞ എങ്ങോട്ടോ പോയപ്പോൾ ഒരു വില്ലേജ് ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോകണം. ഞാൻ അവിടെ പോയി ബെഡ് ഒപ്പിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഗായ്സ്, അപ്പോൾ നമ്മൾ ഈ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ ഇവിടെ ആയിട്ടൊരു ലൈബ്രറീനെ കുറിച്ചിട്ടായിരുന്നു. ട്രേഡ് വിഷയം ട്രേഡ് എവിടെ വെച്ചിട്ട് എവിടെയാണ് അതേണ്ട് ഇവിടെ കണ്ടത്. അൺബ്രേക്കിംഗ് 2-ന് 10 എമറാൾഡ് ലാഭമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ കുഴിച്ചിട്ട് സോംബിയൊന്നും കടിക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ ഇവിടുത്തെ ബെഡൊക്കെ നമുക്ക് പൊക്കണം. ഓക്കെ, ഒരെണ്ണം പൊക്കിത്തരണം. എമറാൾഡ് നമ്മൾ അധികം ലൂട്ട് ചെയ്തില്ലായിരുന്നു. ഇനി നമുക്ക് ലൂട്ടടിച്ച് പൊളിക്കണം. ഇവിടെ നമ്മൾ ലൂട്ടടിച്ചായിരുന്നു. നമുക്ക് കുറച്ചധികം ബെഡ് വേണം. ഇവിടുന്ന് ലൂട്ടടിച്ചായിരുന്നു. വെറുതെ ഷീപ്പിനെ കണ്ടുപിടിച്ച് സമയം കളയുന്നതിനോട് ഇങ്ങനെ ഒരു വില്ലേജിൽ കയറി ബെഡ് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നേ നല്ലത്. ഓക്കെ, കിടന്നുറങ്ങി. ഇനി കുറച്ചധികം ബെഡും കൂടെ പൊട്ടിക്കാറുണ്ട്. ഇവിടുത്തെ പൊട്ടിച്ച് ഇവിടുത്തെ വീട്ടിലൊക്കെ പൊട്ടിച്ച് ഇവിടെ ബെഡ് ഇല്ല. ഇവിടെ ബെഡില്ല. നമുക്ക് അടുത്ത് ആ വീട് നോക്കാം. ഈ വീട് ഇതിൻ്റെ അകത്തൊക്കെ ലൂട്ടടിച്ചായിരുന്നു. ഇവിടെ ഇത്രയും തന്നെയുള്ള ബെഡ്. അറിയത്തില്ല, ഇത്രയേ ഉള്ളെന്ന് തോന്നുന്നു ഇവിടെ ബെഡ്. ഇത് പിന്നെ ഇവിടെ നമ്മൾ എടുത്ത് ഇവിടെ ബോളിരിപ്പുണ്ട്. അവിടെ പിന്നെ രാവിലെ ആയിട്ട് കിടന്ന് ഉറങ്ങണം. പണിയൊന്നും എടുക്കണ്ട ഇപ്പം. ഓക്കെ, ഇത്രയും തന്നെ ധാരാളം. 8 ബെഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. തിരിച്ച് വില്ലേജ് പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് കുറച്ച് വീട് എടുത്തുണ്ട്. ഇപ്പോൾ പിന്നെ കുറച്ച് മരവും മുറിക്കാം. നമുക്കിന്ന് വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കാം. നമ്മളിന്ന് ഉണ്ടാക്കുന്ന വില്ലേജർ ബ്രീഡറാണ്. വില്ലേജർ ബ്രീഡർ. ഓക്കെ,
ഈ നേരെ ഞാൻ വില്ലേജിൽ ചെന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ വില്ലേജിലെത്തിയിട്ടുണ്ട്. ഇനി ഈ ബ്രീഡർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിക്കണം. വില്ലേജിൽ നിന്ന് കുറച്ച് ദൂരെ ആയിരിക്കണം. നമുക്ക് സാധനങ്ങൾ വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ എത്തിക്കാം. അയ്യോ, കമ്പോസ്റ്റർ ആണായിരുന്നു എടുത്തിട്ട്. അവിടെ വില്ലേജിലുണ്ടായിരുന്നു. മരം മുറിക്കാൻ നോ പ്രോബ്ലം. മരം നമ്മൾ നേരത്തെ മുറിച്ച് നമ്മുടെ കൈ കാണാൻ 4 ഉണ്ട്. സ്ലാബ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റർ ഉണ്ടാകാം. ഓക്കെ, സ്ലാബ് ഓക്കെ 2 കമ്പോസ്റ്ററുള്ള സ്ലാബാണ് തോന്നുന്നു. ഓക്കെ, 2 കമ്പോസ്റ്ററുള്ള സ്ലാബ് ആയിട്ടുണ്ട്. അല്ല, കമ്പോസ്റ്റർ ഇനി വേണ്ടത് എന്തുവാ? ഗ്ലാസ് കുറച്ചാണ്. ഗ്ലാസ് വേണം. ഗ്ലാസ് സാൻഡ് സ്മെൽറ്റ് ആക്കാൻ വെക്കണം. സാൻഡ് അവിടെ MLG ഇപ്പം സുഖമുണ്ട്. MLGക്ക് MLG എന്നൊക്കെ തേന്നിട്ടുണ്ട് ഗൈസ്. അവിടെ കുറച്ച് സാൻഡ് ഇരിക്കുന്നത് MLG. അത് കറക്റ്റ് MLG ആയിരുന്നു. കറക്റ്റ് MLG ആയിരുന്നു നേരത്തെ. തുടർന്ന് സാൻഡ് കളക്ട് ചെയ്യാം. സാൻഡിൻ്റെയൊക്കെ അച്ചീവ്മെൻറ്റ് ഇപ്പോഴാണ് കിട്ടുന്നത്. കുറച്ച് മതി. നമ്മുടെ നേരത്തെ ഹാർഡ് കോർ എപ്പിസോഡ് ഹാർഡ് കോർ വലിയ പോലെ നമ്മൾ ഫുള്ളും ഗ്ലാസ്സൊന്നും വെക്കുന്നില്ല. ഗ്ലാസ് മറ്റേ ആ വില്ലേജർ നിൽക്കുന്ന ആ സ്ഥലത്ത് മാത്രമേ ഗ്ലാസ് വെക്കുന്നുള്ളൂ. ബാക്കി ഫുള്ളും ഈ സ്റ്റോണാണ് വെക്കുന്നത്. ഫുള്ള് ഗ്ലാസ് ആക്കുന്നില്ല, ഭയങ്കര മടുപ്പായിരിക്കും. ഫുള്ള് ഗ്ലാസ് ആക്കാനുള്ള സാൻഡ് തികയില്ല. പെട്ടെന്ന് തന്നെ ഈ എപ്പിസോഡ് പെട്ടെന്ന് തന്നെ ഈ ഇന്നത്തെ വീഡിയോ തീർക്കണം. കുറച്ച് സമയമുള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ സാൻഡ് ഉരുക്കാൻ പോകാം. സാൻഡ് അയ്യോ, ഇത് ഞാൻ എൻ്റെ അകത്തോട്ട് ഇട്ടത്. ഓക്കെ, സാൻഡ് ഇട്ട്. സാൻഡ് അവിടെ നിന്ന് ഒരു ഘട്ടം നമുക്ക് സ്ഥലം കണ്ടുപിടിക്കാൻ പോയി. വില്ലേജിന് കുറച്ച് ദൂരെ ആയിരിക്കണം. എൻ്റെ പ്ലാൻ ആ വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കുന്ന സ്ഥലത്ത് തന്നെ അയൺ ഫാം ഉണ്ടാക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വില്ലേജറിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അവിടെ തന്നെയാണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മണ്ടക്കൂട് കയറ്റിയാൽ മതി. കുറച്ച് ദൂരം ഉണ്ടാകാം. ട്രാൻസ്പോർട്ട് ചെയ്ത് മണ്ടക്കൂട് കയറ്റിയാൽ മതി. അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. നമുക്കിവിടെ തന്നെ ഉണ്ടാക്കാം. എന്നിട്ട് പിന്നെ ആ വില്ലേജർ ബ്രീഡർ മാറ്റി ഉണ്ടാക്കിയാൽ മതി. സെറ്റാണ്. ഓക്കെ, ഇവിടെ ഈ ഒരു പ്ലേസ് മതി എന്ന് തോന്നുന്നു. നോക്കട്ടെ, ഇവിടെ നല്ല പ്ലേസ് വല്ലതും ഉണ്ടാകും. ഓക്കെ, ഇവിടെ തന്നെ സെലക്ട് ചെയ്യും. ഇവിടെ ഓക്കെ. അപ്പോൾ നമുക്ക് 3 ബ്ലോക്ക് കുഴിക്കാം. അങ്ങനെ 9 ബ്ലോക്ക് കുഴിക്കണം.
താഴത്തോട്ട് ഒരു ബ്ലോക്കും 2 ബ്ലോക്കും കൂടെ വന്നിട്ട് ഇവിടെയായിട്ട് ഇവിടെയായിട്ടാണ് ഒരു ബ്ലോക്ക് ഈ കൃത്യം ഈ ബ്ലോക്ക് നമുക്ക് താഴത്തെ ബ്ലോക്ക് പൊളിച്ചുള്ള രാത്രിയാണ് നമുക്ക് ഈ ബെഡ് വെച്ച് കിടന്നുറങ്ങാം. ഈ ബ്ലോക്ക് അല്ലേ എന്ന് തോന്നുന്നു. രണ്ട് ബ്ലോക്ക് താഴത്തോട്ടായിരുന്നു അല്ലെന്ന് തോന്നുന്നു. അല്ല, 2 ബ്ലോക്ക് താഴത്തോട്ടല്ല, ഒരു ബ്ലോക്ക് താഴത്തോട്ടാണ് കുഴിക്കേണ്ടത്. നമുക്ക് ഇവിടെ മുമ്പ് ഒരു ബ്ലോക്ക് തന്നെ ഒരു ബ്ലോക്ക് താഴത്തോട്ടാണ് കുഴിക്കുന്നത്. ഇത്രയും മതിയെന്ന് തോന്നുന്നു. അപ്പം വില്ലേജ് ഇവിടെ വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം സ്റ്റോപ്പാകുന്നിടം വരെ കുഴിക്കണം. ഇത് കറക്റ്റാണെന്ന് നോക്കട്ടെ. ഞാൻ ഇത് ട്യൂട്ടോറിയൽ നോക്കിയത് സ്ലാബാണ് അവിടെ വെക്കേണ്ടത്. ഓക്കെ, ഇത്രയും ചെയ്തിട്ട് നമുക്ക് മണ്ടക്കോട്ട് കയറാം. രാത്രിയാവുന്നു. എന്നിട്ട് ഗ്ലാസ് അവിടെ സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് നമുക്ക് വീട്ടിൽ പോയി എടുത്തോണ്ട് തന്നെ നമ്മൾ ഈ കിടന്നുറങ്ങാം. വില്ലേജിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. അവിടെ തന്നെയാണ് നമ്മൾ അയൺ ഫാം ഉണ്ടാക്കുന്നത്. എന്താ ശരി പാടായിരിക്കും നമുക്ക് വില്ലേജസിനെടുക്കാൻ വേണ്ടി. അതിൻ്റെ അകത്ത് ഫ്രീഡാവുന്നതിന് അങ്ങോട്ട് എടുത്തിട്ടാൽ മതിയല്ലോ. സീനില്ല. സ്മെൽറ്റായോ? 300 കൂടാൻ മതിയെന്ന് തോന്നുന്നു. ഓക്കെ, 4 സെറ്റ്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഓടിയോ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. അങ്ങോട്ട് കുറച്ച് മാറി ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇവിടെ കുറച്ച് പൊങ്ങി കിടക്കും. അപ്പോൾ അവിടെ സ്പോണാൻ സാധ്യത കൂടുതലാണ്. അയൺ കോളംസ്. ഓക്കെ, അപ്പം
ഇവിടെയായിട്ട് 2 ബ്ലോക്ക് വെക്കണം. അവിടെയായിട്ട് 2 ബ്ലോക്ക് വെച്ചിട്ട് നമ്മുടെ ഇരിക്കുന്ന ഗ്ലാസ്സിൽ ഗ്ലാസ് പുറത്തോട്ട് എടുത്തിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വെക്കണം. ഇവിടെയും വെക്കണം. ഇവിടെയും വെക്കണം. ഇവിടെയും വെക്കണം. എന്നിട്ട് അകത്ത് വെച്ച ടെമ്പററി ബ്ലോക്കില്ലേ, അത് പൊട്ടിച്ചതാണ്. നമുക്കൊന്നുകൂടെ ഉണ്ടാക്കാം. പൊട്ടിച്ചോള. എന്നിട്ട് ഇവിടെ കൂടെ കുറച്ച് ഗ്ലാസ് വെച്ചാൽ നമുക്ക് വില്ലേജസിന് കാണാൻ വേണ്ടി. നമ്മുടെ വുഡുണ്ട്. ഓക്കെ, ഡിസൈൻ പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഓക്കെ, ഇത്രയും കറക്റ്റാക്കി വെക്കണം. എന്നിട്ട് ഇവിടെയിട്ട് ഗ്ലാസ് വെച്ച് അങ്ങോട്ടാക്കണം. ഇവിടെ കൊണ്ടുവന്ന വില്ലേജറിനാണ്. ഇവിടെ പോയി വില്ലേജറിനെ കൂടെ പിടിച്ചിട്ട് വരാം. ഗൈസ്, അപ്പോൾ നമുക്ക് പോയി വില്ലേജറിനെ പിടിച്ചുകൊണ്ട് വരാം. ഫസ്റ്റ് ബോട്ട് ഉണ്ടാക്കണം. എൻ്റെ ഉള്ള വുഡ് ഫുള്ളും തീർന്നു. അപ്പം നമുക്ക് ഈ ഒരു വുഡ് കുറച്ചെടുക്കാം. ഇങ്ങനെയൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ കാണിച്ചുതരാം നമുക്ക്. ഡിസൈൻ പോലെ ഇല്ലേ, ഇവിടെയും കൂടെ കുറച്ച് വളർത്തിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഫുഡ് കഴിക്കാം. ഓക്കെ, ബോട്ടുണ്ടാക്കാം നമുക്ക്. നമുക്ക് ഇവയൊക്കെ എടുക്കണം. 2 ഡയമണ്ട്. നമ്മൾ 2 ഡയമണ്ട് ഇപ്പം 3 ഒരു ആക്സ് അയൺ ഉണ്ട്. അയൺ ഫാം ഉണ്ടാക്കിയിട്ട് ഇവൻ്റെ കൊണ്ട് ട്രേഡ് ചെയ്യാം. കൂട്ടി വെച്ച് 2 വില്ലേജസ് എടുത്തുകൊണ്ട് വരാം. ഞാൻ എന്തുവാണ് കണ്ടത്? കൊച്ചു കള്ളന്മാർ ഇടക്ക് മൂട്ടിലൊക്കെ ഒന്ന് തോന്നണം. മുണ്ടക്കോട്ട് കയറാം. ഇവിടെ തന്നെ കൂട്ടിയിടണം. പുറത്തായിട്ടൊരിത് വെച്ചിട്ട് ഈ ഒരു ബ്ലോക്ക് 2 പൊട്ടിച്ചതാണ്. വാതിൽ തുറന്നാൽ ആദ്യം അമ്മ ഇറങ്ങി വരുമ്പോൾ കയറാൻ കുട്ടി നിൻ്റെ അടുത്ത് വരുമെന്ന് പറയാം. കയറിയില്ല മാതിരി. ഓക്കെ, കയറിയിട്ടുണ്ട്. അടുത്ത് ഒരുത്തൻ കയറി. ഗീതാണ്. അത് സെറ്റാക്കാം. എടുത്ത് വീണ്ടും കൊടുക്കുന്നു. 4 പൊട്ടറ്റോ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും. ആവശ്യമില്ല.
ഓക്കെ മതി. ഫുഡ് കഴിക്കാം. ഓക്കെ, നമുക്ക് ലീഡ് വെച്ചിട്ട് ഓക്കെ, ഇവൻ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇവനും കൂടെ കയറ്റാം. ഇവനെന്ത് കൊടുക്കുന്നു? ചാനലിങ് അത് നമുക്ക് അത്യാവശ്യമൊന്നുമില്ല, ആവശ്യമില്ല. ചാനലിങ് ട്രൈഡൻറ്റിന് ഇടാവുക. നമ്മുടെ കൂട്ടുകാരാ നമുക്ക് താഴ്ത്തോട്ടി ബ്ലോക്ക് ഒട്ടിക്കാൻ. രാത്രിയാവുന്നു. ഇത് പൊട്ടിപ്പോയി. നോക്കി രാത്രിയായി കിടന്നുറങ്ങാം. സോംബിയൊന്നും ഇപ്പോൾ കടിച്ചാണ് വില്ലേജസാണ്. ഞാൻ അടിച്ച് തീർപ്പിച്ച് താഴ്ത്തോട്ട് ഇട്ടിട്ടുണ്ട്. ചത്ത് കൊണ്ടുപോയി മരം. ഓക്കെ, ഇതിൻ്റെ അകത്തോടെ കയറ്റി കൊണ്ടുപോകണ്ട. ഓക്കെ ഗൈസ്, ഇങ്ങോട്ട് കയറ്റാം. അങ്ങോട്ട് കൊണ്ടുപോകാം. ഓക്കെ, എത്താറായി. ഓക്കെ, അങ്ങോട്ടുണ്ടോ? എന്തേ, നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ പറ്റുമോ? അത് ഇമ്മറ്റിൻ്റെ അകത്തോട്ട് കയറ്റുന്നതിന് പാട്. കുറച്ചിങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടം വരെ കൊണ്ടെത്തിച്ചു. ഇങ്ങനെ കറക്കാൻ നോക്കുന്നു. അങ്ങനെ താഴ്ത്തിട്ട് ഓടിപ്പോയിരിക്കാൻ വേണ്ടിയാണ്. കറക്റ്റാ കുഴിക്കാത്തോട്ടാണ് വീണവര്. ഇനി ആ ബോട്ട് നമുക്ക് പൊട്ടിച്ച് കളയാം.
ഗായ്സ്, ഇവൻ ഇവിടെ വാങ്ങുന്നില്ലല്ലോ. ഒന്നുമില്ലല്ലോ. ഒരുത്ത കാടിൻ്റെ അടക്കി ഞാൻ ഇവനെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇവന്മാർ ഇതിൻ്റെ അകത്തോട്ട് തള്ളിയാണ് കുറച്ച് പാട്. ഇവന്മാർ ഇതിൻ്റെ അകത്തോട്ട് കയറുമെന്ന് തോന്നില്ല എനിക്ക്. ഐഡിയ ഇങ്ങോട്ട് വന്നിട്ട് ഓക്കെ. അതേപടി ഇവനെ അതിൻ്റെ അകത്തോട്ട് തള്ളിയിടണം. അതിന് ഇത് കാണുകയാണ് ഓട്ടം ഫ്ലാഷ്. ഒരു ജോലിയില്ലേ? ഓക്കെ, കയറിയിട്ടുണ്ട് രണ്ടാമന്മാരും. ഇത് പൊട്ടിച്ചല്ലേ നമുക്ക്. ഇനി ഇവന്മാർക്ക് വർക്ക് സ്റ്റേഷൻ വെച്ച് കൊടുക്കണം. പൊട്ടിച്ചാല ഓക്കെ. ഫുള്ളും പൊട്ടിച്ചിട്ടുണ്ട്. ഈ ബോട്ടും പൊട്ടിച്ചെടുക്കാം. ഓക്കെ. ഇനി ഇവിടെയായിട്ട് കുറച്ച് ബ്ലോക്ക് അങ്ങോട്ട് വെക്കണം. ബെഡും ഇതൊക്കെ വെക്കണം. ഓക്കെ, വെച്ച് തുടങ്ങാം. ബെഡ് 1 2 എടുത്ത്. ഓക്കെ, 3 4. മൂന്നെണ്ണം ആയി കഴിയുമ്പോൾ തന്നെ ഇവിടെ ഇട്ട് ഒരു ഇത് കമ്പോസ്റ്റർ ആക്കണം. ഇപ്പുറത്തായിട്ട് അവിടെ ഇപ്പുറത്തായിട്ട് വേറൊരു കമ്പോസ്റ്ററും ആക്കണം. ഓക്കെ, ഇവന്മാർ രണ്ടുപേരും ജോലി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇവിടെയായിട്ട് എൻ്റെ കയ്യിലുള്ള ഫുൾ ബെഡും വെച്ച് കൊടുക്കണം. ഇത്രയും നീളം വേണ്ട. ഓക്കെ, ഇനി എൻ്റെ കയ്യിലുള്ള ബെഡ് വെച്ച് തുടങ്ങാം. ഇവിടെയും വെക്കണം, ഇവിടെയും വെക്കണം. ഇനി എൻ്റെ 2 ബെഡും കൂടെ ഉണ്ട്, അതും കൂടെ വെച്ചെടുക്കാം. സെറ്റായി. ഇവർക്ക് ഫുഡ് ഇട്ട് കൊടുക്കണം. ക്രാഫ്റ്റിംഗ് ടേബിളുണ്ട്. കുറച്ച് ബ്രെഡ് ഉണ്ടാക്കി അതും ഇട്ട് കൊടുക്കാം.
പിന്നെ എൻ്റെ ഒരു കുറച്ച് പൊട്ടറ്റോ ഉണ്ട്. പൊട്ടറ്റോ വറുക്കാണോ നോക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം 4 കൂടി ഇട്ട് കൊടുക്കുക. രാത്രിയാവുന്നു, തുടങ്ങുന്നില്ലല്ലോടെ. ഉമ്മറെ ഫുള്ള് നിറയാൻ തോന്നുന്നു ഫുഡ് കൊണ്ട്. നോക്കാം. നമുക്ക് വീട്ടിൽ പോയി കുറച്ച് ബ്രെഡ് അതേപോലത്തെ സംഭവം എടുത്തോണ്ട് വരാം. ഇമാരെ കവർ ചെയ്ത് എന്തെങ്കിലും വെക്കണമല്ലോ. ഓക്കെ, നമ്മൾ വൂള് വെച്ചിട്ടുണ്ട്, കവർ ചെയ്ത് വൂള് വെച്ചിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ പോയി ഫുഡ് എടുത്തോണ്ട് വരാം. ക്യാരറ്റ് ഉണ്ട്, ക്യാരറ്റ് ഇരിപ്പുണ്ട്, ക്യാരറ്റ് ഉണ്ടെന്ന് കൊടുക്കാം. ക്യാരറ്റ് ഉണ്ടോയെന്ന് കൊടുക്കാം നമുക്ക്. ഞാൻ എവിടെയായിട്ടൊരു സ്പോണറുണ്ട്. അതൊരു കേവിൻ്റെ അകത്തോട്ട് ഇറങ്ങിപ്പോയപ്പോൾ എന്തിൻ്റെ സ്പോണറാണെന്ന് അറിയത്തില്ല. ഞാൻ കണ്ടായിരുന്നു. സ്കെലട്ടൺ സ്പോണറെങ്കിൽ അത്രയും നല്ലത്. എന്നുവെച്ചാൽ നമുക്ക് ബോണിൻ്റെ അത്യാവശ്യം കുറച്ച് കൂടുതലാണ്. പിന്നെ നെതറിൽ മറ്റ് ബയോമിൽ കുറച്ച് ബോൺ ഇരിപ്പുണ്ട്. അത് റിസ്ക്കാണ് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നത്. അപ്പം അതിനാല് ഗ്ലാസ് ആയിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ് സെറ്റാണ്. ക്യാരറ്റ് കാണണം, 64 ക്യാരറ്റ് ഉണ്ട്. ഉള്ളി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് പോവാം. നമ്മൾ 64 ക്യാരറ്റ് എടുത്ത് ഇത് കൊടുക്കണം. ഇമാരുടെ ഇൻവെൻ്ററി ഫുള്ള് നിറഞ്ഞ് കഴിയുമ്പോൾ ഇമാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കലി ബ്രീഡ് ആവേണ്ടതാണ്. ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. നമുക്കത് ഫുള്ള് ഇട്ട് കൊടുക്കാം ഇമാർക്ക്. ഓക്കെ, ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇമാരുടെ ഇൻവെൻ്ററി ഫുള്ളായില്ലേ. അയ്യോ, അവിടെ ഒരു ട്രാപ്പ് ഡോർ വെക്കാണ്ടായിരുന്നു. വുഡില്ല. ബ്രീഡാണ്. ട്രാപ്പ് ഡോർ വെക്കാണ്ടായിരുന്നു. ഇല്ലെങ്കിൽ മറ്റേ വില്ലേജസ് നടന്നു പോകത്തില്ല. ഇപ്പോഴത്തെ ട്രാപ്പ് ഡോറിൻ്റെ കാര്യം. മരം ഉണ്ട് തൊട്ടടുത്ത്. മരം ഇവിടെ ഒറ്റ മരം. അങ്ങോട്ട് വേണം മരത്തിന്. അയ്യോ, ആഴത്ത് വീണേനെ. ഓക്കെ, മെല്ലെ ചെയ്ത് നോക്കാം. നമുക്ക് മരം മുറിക്കാം.
ഇതിൻ്റെ കൂട് പൊട്ടിച്ചിട്ട് നൈസ് പെട്ടെന്ന് അവർക്ക് ചാടണം. ഇതൊക്കെ എൻ്റർടൈൻമെൻ്റ് അല്ലേ? അയ്യോ വെള്ളത്തിൻ്റെ അടിയിലോട്ട് അവന്മാർ വരത്തില്ല. ഓക്കെ അയ്യോ സ്കെലട്ടൻ പിടിയിട്ടിരുന്നു. ഓക്കെ അവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ട്. ഓക്കെ വുഡ് ഇട്ടിട്ടുണ്ട്. ഒരു വില്ലേജ് 2 വേടേ ഇത്ര വട്ടം അടുത്ത ബ്രീഡാണ്. ഓക്കെ വെച്ച് കൊടുക്കാം. ഓക്കെ അവന്മാർ ബ്രീഡാവുന്നുണ്ട്. എവിടെ ഇല്ല. പൊട്ടിക്ക് ശരിയായിട്ടുണ്ട്. ബ്രീഡർ വർക്കാണ് ഗൈസ്. നമുക്ക് ഈ ഗ്ലാസും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. തൊട്ട് സോംബീസ് വരാതിരിക്കാൻ വേണ്ടി ഒരു ട്രാക്ടറും ഒരെണ്ണം കൂടെ വെച്ചെടുക്കണം. 6 വേണം. ആവുന്നുണ്ട്, സെറ്റാണ്, വർക്കിംഗ് ആണിത്. ബ്രീഡർ വർക്കിംഗ് ആണ് ഗൈസ്. നമുക്ക് ഇവന്മാരെ എടുത്തിട്ട് വേണം അയൺ ഫാം ഉണ്ടാകാൻ. ഗൈസ് നമുക്ക് പോയി വീട്ടിൽ പോയി ഇതെടുത്തുകൊണ്ട് വരാം. ട്രാപ്പ് ഡോർ എടുത്തുകൊണ്ട് വരാം. അവന്മാരെ വെച്ച് നമുക്ക് അയൺ ഫാം ഉണ്ടാക്കണം. ഭയങ്കര പാടായിരിക്കും ഇവന്മാരെ കൊണ്ടുള്ള പരിപാടി. ഇതിൻ്റെ ഈ ഡോറ്, ഇതിൻ്റെ ഈ വുഡൊക്കെ നല്ല രസമായി, ഈ മരത്തിൻ്റെ. ഓക്കെ അവിടെ MLG നോക്കിയിട്ട് പറ്റുന്നത്. പോയി
ചത്തേനെ. എമർജി നോക്കിയിട്ട് പറ്റിയില്ല, ഡാമേജ് സീനില്ല. വെള്ളത്തിൻ്റെ പോകുമ്പോൾ ഓക്കെ, നമ്മൾ ഒരു വുഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പത്തന്നെ എത്രണ്ണമായി? 1 2 3 4 5 എണ്ണമായി. ട്രാപ്ഡോർ വെക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ സോംബീസ് ഇമാരെ മണ്ടക്കോട്ട് വന്ന് സോംബീസ് ഇമാരെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ നടന്നു വന്ന് ഇമാരെ തലയുടെ മണ്ടക്കോട്ട് വീഴും. എന്നിട്ട് ഇമാരെ കൊല്ലും. അതിനാണ്, കൊല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ട്രാപ്ഡോർ വെച്ചത്. എനിക്കൊന്ന് എന്നെ എടുക്കട്ടെ. 1 2 3 4 5 എത്ര വിട? 1 2 3 4 5 6 എണ്ണം വെച്ചിട്ടുണ്ട്. 2 5 6 2 2 5. രാത്രിയാണ് നമുക്ക് ഉറങ്ങാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് കൊടുക്കണം, നല്ല വർക്കാവും. എൻ്റെ അതിന് അവൻ്റെ എൻ്റെ അതിൽ പൊരുത്തനുള്ളല്ലോ. ഉണ്ട്. ക്യാരറ്റ് ഉണ്ട്. ക്യാരറ്റ് ആപ്പിൾ എടുക്കൂ. നമ്മുടെ കയ്യിൽ കുറച്ച് ഹേബിയുണ്ട്, അതൊന്ന് ബ്രെഡാക്കി ഇവന്മാർക്ക് ഫുള്ളും കൊടുക്കുക. അപ്പോൾ അൺലിമിറ്റഡായിട്ട് വർക്കായി കൊണ്ടിരിക്കും. പിന്നെ കുറച്ച് ബെഡും വെക്കണം. 30 ബെഡ് വെക്കണം. നമുക്ക് 30 വില്ലേജസാണ് അയൺ ഫാം ഉണ്ടാക്കാൻ വേണ്ടത്. നമുക്കത് ഈ വീഡിയോ തന്നെ ചെയ്യാം. ബെഡ് വെക്കുന്നതാണ് കുറച്ച് പാട്. അത് ഇപ്പം തന്നെ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. പേരുണ്ട്. ഹീറ്റാക്കാം നമുക്ക്. ഓക്കെ, ഇനി അത് ബ്രെഡാക്കാം. ഒരു സ്റ്റാക്കായിട്ടുണ്ട്. ഇത്രയും തന്നെ മതി. പിന്നെ വീറ്റൂടെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാം. ഇവിടെ മരം വളർന്നിട്ടുണ്ട്. നല്ല രസമില്ല മരമൊക്കെ. അവിടുത്തെ മരം കഴിഞ്ഞ് വെട്ടുന്നില്ല. ഇങ്ങോട്ടൊരു ഇവൻ ഇങ്ങോട്ട് നടക്കാൻ എന്തിനാണ്? ആ ബെഡുമായിട്ട് ലിങ്കാവും. ഇവനെ കൊന്നേക്കാം. ചാടാ 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 ചാടാ. എങ്ങോട്ടാണ് ഓടുന്നത്? ഈ അത്തുനിന്ന്. നോക്കി ഇവനെ കൊന്നിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടും ആ ബെഡ് ലിങ്കായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാം.
വില്ലേജിൽ നിന്ന് കുറച്ച് ദൂരമല്ലേ വില്ലേജ് കാണാൻ? അത്യാവശ്യം ദൂരമാണല്ലോ ഇരിക്കുന്നത്. തുറന്നിട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ബ്രെഡ് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നുണ്ട്. ഞാൻ നോക്കുന്നില്ലേ, ഞാൻ വിളിച്ചാൽ നോക്കും. വേണ്ട ഇറക്കാന്നുണ്ട. അയ്യോ ചത്തിട്ടുണ്ട്. ഭാഗ്യം. ഇപ്പം 6 പേരായിട്ടുണ്ട്. കുറച്ചുകൂടെ അത് അടുത്ത എപ്പിസോഡിൽ അല്ല ഓഫ് ക്യാമറയിൽ നിന്ന് ചെയ്യാം. നിങ്ങളൊരു കാര്യം കൂടെ കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ നിർത്തുവാണ്. നെതറിൽ ഞാൻ ഓഫ് ക്യാമറ ഇരുന്ന് കുറച്ച് പണികൾ ചെയ്തായിരുന്നു. പിന്നെ ഫോർട്രസ് കണ്ടുപിടിച്ച് ഞാൻ കുറേ സമയം ചത്ത് പിന്നെയും പോയി ലാസ്റ്റ് കണ്ടുപിടിച്ച്. പിന്നെ പ്ലേസ് റോഡ് സ്പോണർ കണ്ടുപിടിച്ച് അങ്ങോട്ട് പോകാനുള്ള വഴിയും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അവിടെ നോക്കിയിട്ട് വരാം. അവിടം വരെ ഒന്ന് പോകാം. കുറച്ച് ദൂരമുണ്ട് അങ്ങോട്ട്. അവിടം വരെ പോകണമെങ്കിൽ കുറച്ച് ഫുഡൊക്കെ ആയിട്ട് വേണം പോവാൻ. ഫുഡൊക്കെ കഴിക്കട്ടെ, അല്ലെങ്കിൽ പണി കിട്ടും. വാട്ടർ ബക്കറ്റൊക്കെ വെച്ചില്ല. ഫുഡ് അത് പിന്നെ ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. പിക്കാക്സ് അല്ല, ഒരു സോഡ് ഉണ്ടാക്കാം. ശവലാണല്ലോ ഇതുണ്ടാക്കാം. ഒക്കെ ഒരു സോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് നേരെ പോവാം. ഞാൻ നിങ്ങളെ അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഇത് കുറേ ദൂരമുണ്ട്. നിങ്ങളെ കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. കുറച്ച് ദൂരം കൂടെ പോയാൽ മതി. ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ ഇതേപോലെ ആക്കി ഗാസ്റ്റ് കാണാതിരിക്കാൻ വേണ്ടി ഇവിടെ ഗാസ്റ്റിനെ ഉണ്ടായിക്കൊണ്ടിരുന്ന 5-6 പ്രാവശ്യം താഴ്ത്തു ഞാൻ ചത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഡേർട്ട് വെച്ച് ഗാസ്റ്റ് ഉണ്ട്. ഇവിടെ ഗാസ്റ്റ് പെട്ടെന്ന് സ്പോണ് കണ്ട നമ്മളത് അതേപോലെ വെക്കാതെ വരുന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഗാസ്റ്റ് നമ്മളെ മറ്റേ ആ ഫയർ ബോൾ ചെയ്ത് കൊന്നേനെ. കുറച്ചും കൂടെ പോയാൽ മതി. ഇവിടെ വഴിയൊക്കെ ഇങ്ങനെ മൈൻഡ് ചെയ്ത് പോയി. ഏകദേശം ഒരു 1000 ബ്ലോക്കൊക്കെ പോയി കാണാം. ഇനി കുറച്ച് ദൂരം കൂടെ പോകണം. ഞാൻ ഇവിടുന്ന് നേരെ പോയിട്ട് ഒന്നും കണ്ടില്ലായിരുന്നു. കുറച്ച് ദൂരം അങ്ങോട്ട് പോയി. എന്താ ഫുഡ് തീരുന്നുണ്ട്. ഹംഗ്രി വാർ പറയുന്നുണ്ട്. പറഞ്ഞ ഫുഡുമായിട്ട് വരാം. ഏകദേശം കുറച്ച് ദൂരം നേരെ പോയി ഞാൻ. അപ്പം ഇവിടെ നിന്ന് ഫോർട്രസ് ഞാൻ കണ്ടില്ല. പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് 1000 ബ്ലോക്ക് ആയില്ല. അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയ സമയത്താണ്
ഞാൻ ഫോർട്രസ് കണ്ടത്. ഞങ്ങളുടെ ഫോർട്രസ് ഇനി കണ്ടത് പ്ലേസ് റോഡ് എന്നെ കണ്ട്. പ്ലേസ് ഉണ്ട്. ഇപ്പോൾ ഫയർ ഇട് പ്ലേസിനെ കണ്ട് ഒരു ലോങ്ങിനെ കാണും നമ്മൾ. ഇതിപ്പം ഫോർട്രസിൻ്റെ അടുത്തെത്തി. ഇങ്ങനെ കുഴിച്ചാണ് ഫോർട്രസിൻ്റെ അടുത്തെത്തി. നേരെ പോകണം. അങ്ങോട്ടേക്കോട്ട് കയറി നേരെ പോയിട്ട് അങ്ങോട്ട് താഴത്തെ സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിലോട്ട് ഇറങ്ങി ഇനി നേരെ പോയാൽ മതി. അവിടെ ഇട്ടാൽ പോവാണ്. ഞാൻ പിന്നെ കുറച്ച് അങ്ങോട്ടൊക്കെ മൈൻഡ് ചെയ്തത്. പിന്നെ ഞാനിവിടെ എത്തി. താഴത്തോട്ടിങ്ങനെ കുഴിച്ച് ഇവിടെ എത്താണ് സ്പോണർ. ഇതേ ഉണ്ട്. എന്താ സ്പോണർ ഇവിടെ തന്നെയാണ്. ഒരു പ്ലേസ് കിട്ടി. പ്ലേസ് റോഡ് കിട്ടി. ആരിങ്ങോട്ട് വീഴണ്ടേ ആണല്ലോ. ആരിപ്പോൾ സ്പോൺ ആവുന്നില്ലേ? അതേ പോണം. കാണുന്നില്ലടേ മാതിരി. മണ്ടക്കേറി ടോർച്ച് വെച്ചിട്ട് ഒരു ഫാമിലാക്കണം. ജസ്റ്റ് ഞാൻ ആക്കി വെച്ചതെന്നേ ഉള്ളു. നമുക്ക് വേണ്ടി ഇനി കൊല്ല. അടിച്ചു 3 നിലത്തോളം. ഗൈസ് ഇത്രയും കണ്ടത് ഇതേപോലെ വന്നിട്ടുണ്ട്. 2 പ്ലേസ് റോഡ് കിട്ടി. 5 കിട്ടി. അവര് നമ്മളെ കാണണം. ഇത്രയും 7 ഇപ്പം പ്ലേസ് റോഡ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അവിടെ ആയിട്ട് ഇങ്ങനെ ബ്ലോക്ക് പോലെ കവർ ചെയ്തിട്ട് വെക്കണം. എന്നിട്ട് ഇവിടെ ആയിട്ട് കില്ലിങ് ചേമ്പർ പോലെ കില്ല് ചെയ്യുന്ന സ്ഥലം പോലെ ഇങ്ങനെ വെച്ചാൽ മതി. ഇവന്മാര് സ്പോണായി നേരെ ഇങ്ങോട്ട് വീഴത്തുള്ളൂ. മണ്ടക്കും കവർ ചെയ്യണം. അവിടെ ഫുള്ളിങ്ങനെ കവർ ചെയ്ത് വെച്ചാൽ മതി. അത് ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം. സമയം കിട്ടുമ്പോൾ ചെയ്യാം. ഓ 7 പ്ലേസ് റോഡായിട്ടുണ്ട്. ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. മറക്കാതെ കമൻറ്റും ചെയ്യണം. പിന്നെ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.